ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തനംതിട്ട സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൽ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സിംഗപ്പൂരിന്റെ ആ ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി നീ പോകില്ലെന്ന് ജലജയുടെ മുമ്പിൽ അങ്ങ് പറയാട്ടോ. ജലജക്ക് അത് സന്തോഷമാവുന്നുണ്ട്. ജലജ അപ്പൊ തന്നെ ആ കാര്യം പോയി അബി എടുത്ത് പറയുന്നുണ്ട്. എടാ മോനെ അബി, നോക്ക്, ഇവിടെന്നെ ആരും തന്നെ മൂർത്തിസ് ജ്വല്ലറിന്ന് ആരും തന്നെ ആ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല. എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല, അതാണ് കാര്യം. ഓ, അമ്മ പറഞ്ഞ സത്യമാണോ? അതേടാ സത്യമാണ്. ഓ സമാധാനെ, ഞാൻ ഇതിപ്പോ തന്നെ അച്ഛനോട് പറയട്ടെ. അച്ഛനോടോ? ഏതച്ഛൻ? അത് പിന്നെ അമ്മേ, ഞാൻ ഡേവിഡ് സാറിനെ അച്ഛനെ പോലെയാണ് കാണുന്നത്. അയാളെ നീ അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ ആരെ പോലെയും വേണമെങ്കിൽ കണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല. എന്തായാലും ഈ ഡീൽ നീ ഉറപ്പിക്കണം മോനെ, എങ്കിൽ മാത്രമേ നിനക്ക് നല്ല രീതിയിൽ ഇവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും അവരുടെ മുമ്പിൽ ഞങ്ങൾ തല ഉയർത്തിപ്പിടിച്ചിട്ടാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ ഈ ഡീലും കൂടി ഉറപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ നമ്പർ 1 നിങ്ങളാകും. അത് നിനക്ക് അറിയാലോ. അമ്മേ, ഓൾറെഡി നമ്പർ 1 ഞങ്ങളാണ്. അത് ഇന്ത്യയിലല്ലേ ഉള്ളൂ, എന്നാൽ ലോകത്ത് നമ്പർ 1 നിങ്ങൾ ജ്വല്ലറി ആകും. അമ്മേ, അതൊക്കെ എനിക്ക് അറിയാലോ. അതിനുള്ള സംഭവം നമുക്കും കിട്ടും മോനെ. എന്ത് കിട്ടിയാലും അതിന്റെ പകുതി അമ്മക്ക് തരണേടാ. തീർച്ചയായിട്ടും തരും അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വെക്കാണ്. ശേഷം ഈ കാര്യം തന്റെ അച്ഛനോടും ഡേവിഡിനോടും പറയുന്നുണ്ട് അബി. അവര് പൊട്ടിച്ചിരിക്കുകയാണ്, പേടിത്തൊണ്ടന്മാര്. അവർക്ക് കോൺഫിഡൻസ് ഇല്ല പോലും. എന്തായാലും ഈ ഡീൽ നമ്മൾ തന്നെ ഉറപ്പിക്കും. പിന്നെ മാളവിക അടുത്ത് പറയണം കുറച്ച് നല്ല മോഡൽ ഡിസൈനൊക്കെ തയ്യാറാക്കാൻ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം സർ. പറയേണ്ട രീതി തന്നെ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് ഡേവിഡും പറയണം. തിരിച്ച് ഓഫീസിൽ എത്തുന്ന ഡേവിഡ് മാളവിക അടുത്ത് പറയണ്ട്. മാളവികയെ, ദേ മൂർത്തിസ് ജ്വല്ലറി ഈ സംഭവത്തിൽ, അതായത് ഈ ഒരു സിംഗപ്പൂർ അതിന്റെ ഒരു സംഭവത്തിൽ എന്തായാലും പങ്കെടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണം അതിൽ പങ്കെടുത്ത് നമ്മൾ തന്നെ ഒന്നാമതാവണം. അതിനു വേണ്ടി നിന്റെ മാക്സിമം കഴിവ് നീ തെളിയിക്കുന്ന ഒരു അവസരം നിനക്ക് വരാൻ പോണത്. ഇവിടെ അങ്ങനെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നിനക്കും കൂടി കിട്ടും. എനിക്കറിയാം സർ. പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല, ഈ കമ്പനി ഒന്നാമതെത്തണം. അത് എന്റെയും കൂടി ആവശ്യമാണല്ലോ. തീർച്ചയായിട്ടും. അല്ല, നീ ചെയ്യാൻ പോണ കുറച്ച് മോഡൽസ്, അത് 2-3 ഡിസൈൻ പുതിയതായിട്ട്, അത് മാളവിക അത് ജ്വല്ലറി ഡിസൈൻസിന്റെ മാത്രം പ്രത്യേകതയായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു 2-3 ഡിസൈൻസ് എന്തായാലും വേണം. അതിൽ ട്രഡീഷണൽ, ഡയമണ്ട്, പിന്നെ സാധാരണ നോർമൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ്, അങ്ങനത്തെ ഒരു 3 തരത്തിലുള്ള ചെയിൻ്റെ ഡിസൈൻസ് ആയിരിക്കണം നീ തയ്യാറാക്കേണ്ടത്. ഓ അതിനെന്താ സർ, അത് ഇന്ന് തന്നെ പണി തുടങ്ങിക്കോ. അറിയാലോ, അടുത്ത ആഴ്ചയാണ് പോവേണ്ടത്. ആയിക്കോട്ടെ. പിന്നെ നീയും വരണം, ഞാൻ ഉണ്ടാവും, പിന്നെ അബി ഉണ്ടാകും, അബിയുടെ ഭാര്യ നവ്യ ഉണ്ടാകും. ഓ ആയിക്കോട്ടെ സർ, ഞാൻ ഇപ്പൊ തന്നെ അതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങാം. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ സർപ്രൈസ് എന്ന് ഡേവിഡ് ചോദിക്കുകയാണ്. അത് സർ, ഞാൻ ചെയ്യുന്ന ഡിസൈന് ഇവിടെ ആരും ഇപ്പൊ കാണണ്ട. അതെന്താ? ഡിസൈൻ കണ്ടിട്ട് ഞങ്ങൾക്ക് വിലയിരുത്തണ്ടേ? അതല്ല സർ, സാറിന് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോണ ഡിസൈന് അത് ആ സമയത്ത് ആ സ്റ്റേജ് വെച്ചിട്ട് ഞാൻ തന്നെ പ്രദർശിപ്പിക്കും. അത് എനിക്കൊരു അവസരം സാർ തരണം. എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ ഡിസൈൻ കണ്ട് എല്ലാവരും കണ്ണ് തള്ളി നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ സാറും അഭിസാറും ഒക്കെ കണ്ണ് തള്ളി നിൽക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ്. ഓ ഓക്കെ, ഞാനിതിനെക്കുറിച്ച് നമ്മുടെ ഓണറിനോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയാണ് ഡേവിഡ്. മാളവിക വെച്ചിട്ടുണ്ടെടാ, നിനക്കൊരു മുട്ടും പണി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിൽ വിചാരിക്കാട്ടോ. അതിനുശേഷം ഡേവിഡ് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ നാഗനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നാഗൻ ഞാൻ ഷോർട്ടായിട്ട് പറയാട്ടോ, അബിയുടെ അച്ഛനോട് നാഗേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നാഗേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഓ അവൾക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം നടക്കട്ടെ, നമുക്കറിയാലോ അവൾ ഏറ്റവും ബെസ്റ്റ് തയ്യാറാക്കുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ അവൾ ആ ഒരു സ്റ്റേജ് വെച്ചിട്ട് പ്രദർശിപ്പിക്കട്ടെ അവളുടെ ആ ഡിസൈൻ. അതെ, എന്തായാലും നമ്മൾ തന്നെ സംഭവം ഫസ്റ്റ് അടിക്കുള്ളൂ എന്നൊക്കെ നാഗേന്ദ്രനും പറയുന്നുണ്ട്. അതെ എന്ന് പറയാണ്. അതേ സമയത്ത് നമ്മുടെ മാളവിക നായിനെടുത്ത് പറയുന്നുണ്ട്, മേഡം ഏറ്റവും കച്ചറയായിട്ട് എനിക്ക് 3 ഡിസൈൻ ചെയ്ത് തരണം. അതെന്തിനാ മാളവിക? അല്ല, നമ്മൾ തന്നെ തോൽക്കണം. അതിനു വേണ്ട ഇവിടെ എല്ലാവരും തോറ്റ് തുന്നം പാടണം. എന്തായാലും അനി ജയിക്കണമല്ലോ, അതിനെ വേണ്ടിട്ടാ. എങ്ങാനും അബദ്ധവശ എനിക്കെങ്ങനെ ഒരു ഫസ്റ്റ് തരുവാണെങ്കിലോ ആരും കണ്ടാ ഇഷ്ടപ്പെടാത്ത തരത്തിൽ ഒരു ഡിസൈൻ മേഡം ഉണ്ടാക്കി തരണം. അത് നിനക്ക് ഇഷ്യൂ ആവില്ലേ? എന്ത് ഇഷ്യൂ? ഒരു ഇഷ്യൂ ഇല്ല. അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കും മേഡം. ഇതിന്റെ ഉടമസ്ഥനാരാന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ. ശരി, ഞാൻ ആദർശമായിട്ടോട് സംസാരിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറയണം. ആദർശ് വരുമ്പോ നയനെ പറയണ്ട്, അതെ മാളവിക ഇപ്പൊ വിളിച്ചിരുന്നു. ആണോ? എന്താ പറഞ്ഞത്? അവള് പറയാണ്, ആ ഒരു പെർഫോം ചെയ്യുന്ന സ്ഥലത്ത് അവൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ. അതെന്തിനാ അങ്ങനെ പറയണത്? അവള് എല്ലാ അബദ്ധവശ കുറച്ചൊരു നല്ല ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ മൂർത്തിസ് ജ്വല്ലറിനേക്കാളും നല്ല ഡിസൈൻ അവരുടെയാണെന്ന് പറഞ്ഞിട്ട് അവർക്കെങ്ങാനും ഫസ്റ്റ് അടിച്ചാലോ? അതിനൊരു ടെൻഷൻ ഉണ്ട് ആൾക്ക്. അപ്പൊ ആരും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഡിസൈൻ വേണമെന്ന് അവള് പറയണത്.
അവള് പറഞ്ഞതിന് കാര്യമുണ്ടോ, പറയാൻ പറ്റില്ല. മൂർത്തീസും അതുപോലെ തന്നെ AN ജ്വല്ലറീസും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരുടെ ഡിസൈൻ ഒരുപോലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരും. അതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്യും, അങ്ങനെ അധികാരക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലൊരു ഡിസൈൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തേക്ക്. അല്ല, അത് അവൾക്കൊരു പ്രശ്നമാവില്ലേ? അതിനു മുമ്പ് അവൾ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കോടോ. ഒരാഴ്ച സമയമില്ലേ, അവളുടെ ജോലി ഒരാഴ്ചത്തേക്കേ ഉള്ളൂ. അതാകുമ്പോഴേക്കും അവൾ കണ്ടുപിടിക്കും. ഇപ്പൊ തന്നെ അവൾ അബീനെ വലയിൽ വീഴ്ത്തിയല്ലോ. അത് ശരിയാ, അവൾ അബീനെ വലയിൽ വീഴ്ത്തി. അവള് 2 ദിവസം കഴിയുമ്പോഴേക്കും അബീനെ മദ്യപിച്ച് കിടത്താൻ വേണ്ടി പോകുവാണ് ഹോട്ടൽ റൂമില്. ആ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് അവൻ മനസ്സ് തുറന്ന് എല്ലാ സത്യങ്ങളും അവളോട് പറയും. താൻ നോക്കിക്കോ. എങ്കിൽ അങ്ങനെ ചെയ്യാലേ? ചെയ്യാം. താനൊരു പൊട്ടയായിട്ടുള്ള ഡിസൈൻ വരച്ചു കൊടുക്കണോ? ഒരു പിള്ളേര് വരയ്ക്കുന്ന ഡിസൈനിൽ ഒരു ഡിസൈൻ വരച്ചു കൊടുക്ക്. ശരി ആദർശേട്ടാ എന്ന് നയന പറയാണ്. എന്നിട്ട് ഏറ്റവും പൊട്ടയായിട്ടുള്ള ലോ ക്ലാസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നയന നമ്മുടെ മാളവികയ്ക്ക് വേണ്ടി വരച്ചു കൊടുക്കുന്നത്. അതേസമയം നയന രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് നമ്മുടെ അനിക്ക് വേണ്ടി, അതായത് മൂർത്തീസ് ജ്വല്ലേഴ്സിനെ വേണ്ടിയിട്ട് ആരും ഇതുവരെ കാണാത്ത, എവിടെയും കണ്ടുപോലും പരിചയമില്ലാത്ത രീതിയിൽ നല്ല അടിപൊളി ഡിസൈൻ ഉണ്ടാക്കുകയാണ്. അത് ഡയമണ്ടിലാണെങ്കിലും ട്രഡീഷണലാണെങ്കിലും അതുപോലെ തന്നെ നെക്ലേസിലാണെങ്കിലും അത് 3 റൗണ്ടായിട്ടാണ്. 3 റൗണ്ടിൽ അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെ അടിപൊളി ഡിസൈൻ തന്നെയാണ് വരയ്ക്കണത്. അപ്പൊ ആദർശ് പറയണ്ടോ, താനിപ്പോ പ്രഗ്നന്റ് ആണ്, ഇത്ര റിസ്ക് എടുത്ത് താനിത് ചെയ്യേണ്ട എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ പോരാ, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കഷ്ടപ്പാട് കുഴപ്പമില്ല. ഒരാഴ്ചത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. അത് ഞാൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തോളാം. നോക്കി, ഒരു ഡിസൈൻ എന്റെ കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട് ആദർശേട്ടാ? എടോ, ഇത് അടിപൊളിയാണ്. താൻ ഇതുവരെ വരച്ചതിൽ ഏറ്റവും സൂപ്പർ ഡിസൈൻ ഇത് തന്നെ. ഇത് ഓരോ ഡിസൈൻ വരയ്ക്കുമ്പോഴും ആദർശേട്ടൻ പറയുന്ന ഡയലോഗാണ്. അല്ലടോ, ഇത് കലക്കി. അല്ല, ഇതിന്റെ പണി ഫുള്ളും കഴിഞ്ഞിട്ടില്ല ആദർശേട്ടാ. ഇവിടെ നിന്ന് ചെറിയൊരു ഡിസൈൻ കൂടി ഇനി താഴത്തേക്ക് വരുന്നുണ്ട്. അതിലാണ് അവസാനിക്കാൻ പോണത്. എടോ, ഒരു ഡിസൈൻ വരയ്ക്കാം 2 ദിവസമോ? അങ്ങനെയാണെങ്കിൽ ബാക്കി ഡിസൈനോട് വരയ്ക്കുമ്പോഴേക്കും താനാകെ കുഴഞ്ഞു പോവുമല്ലോ. ഒരു കുഴപ്പമില്ല. താനൊരു കാര്യം ചെയ്യും, താൻ ഡിസൈൻ വരയ്ക്കണ സമയത്തെ ഞാൻ തനിക്ക് ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാം. അയ്യോ, അതൊക്കെ എലിസബത്ത് ചേച്ചി തന്നു. ആദർശേട്ടൻ ഇവിടെ ഇരിക്കേ, എന്തെങ്കിലും ഡിസൈനിൽ എന്തെങ്കിലും കുറവോ പാളിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാ. അയ്യോ, തൻ്റെ ഡിസൈനിൽ കൈവെക്കാൻ മാത്രം ആളാണോടോ ഞാൻ? തൻ്റെ ഡിസൈനിൽ ആർക്കും കൈവെക്കാൻ പറ്റില്ല. അത്ര സൂപ്പറായിട്ടല്ലേ താൻ ചെയ്യണത്. എന്നാലും ഞാൻ അതല്ല നയനെ ആലോചിക്കണത്. എന്താ, നമ്മളെ സഹായിക്കുന്ന ആ അൺനോൺ നമ്പറുകാരി ആരായിരിക്കും? ഞാൻ സേവിയറിൻ്റെ അടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ലോക്കൽ ആയിട്ടുള്ള ആരുടെ നമ്പർ തന്നെയാണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആരുടെ ഒരു നമ്പറാണെന്നാ സേവിയർ പറയുന്നത്. പക്ഷെ ആരുടെ അത് കണ്ടുപിടിച്ചിട്ടില്ല. ഇന്നോ നാളെയോ അത് കണ്ടുപിടിക്കും. താൻ നോക്കിക്കോ, നമ്മളെ സഹായിക്കുന്ന ആ വ്യക്തി ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. തീർച്ചയായിട്ടും അവർ നമ്മളെ സഹായിക്കുക തന്നെയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിനെ എനിക്ക് തിരിച്ചറിഞ്ഞേ പറ്റൂ. എൻ്റെ പരിചയത്തിൽ അങ്ങനെ ആരും നമ്മളെ സഹായിക്കാനായിട്ട് പുറത്താരുമില്ല. തനിക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ? അത് എനിക്ക് പറയടോ. അല്ല, എൻ്റെ സംശയമാണ്. എന്താ, ഇനി നവ്യേച്ചി എങ്ങാനും? ഒന്ന് പോടോ. പിന്നെ നവ്യ 24 മണിക്കൂറും AN ജ്വല്ലേഴ്സിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നവ്യാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോണത്. അല്ല, നമുക്ക് വേണ്ടി വേറെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ. എല്ലാം നവ്യേച്ചി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എനിക്കങ്ങനെ എന്തോ സംശയം തോന്നി. നവ്യേച്ചിയുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം പോലെ. ഒരിക്കലും അത് നവ്യായിരിക്കില്ല, വേറെ ആരോ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതും നമ്മൾ കണ്ടുപിടിക്കും. എന്തായാലും ഇതിൻ്റെയൊക്കെ അവസാനം പറഞ്ഞത് AN ജ്വല്ലറി കൂപ്പുകുത്തി വീഴാൻ പോണതായിരിക്കും. താൻ കണ്ടോ എന്ന് ആദർശ് പറയാണ്. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ മാളവിക ഏറ്റവും പൊട്ട ഡിസൈൻ നമ്മുടെ അടിപൊളി ഡിസൈനാണ് കാഴ്ചവെക്കാൻ പോണേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.